നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മൈസൂരിൽ KSRTC ബസ് കത്തിനശിച്ചു. നഞ്ചൻകോട് വെച്ചാണ് സംഭവം. പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കില്ല. ബംഗളൂരുവിൽ നിന്നും കോഴിക്കോടേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. AL15A 2444 എന്ന സ്വിഫ്റ്റ് ബസ്സാണ് കത്തിയത്. 44 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ്. യാത്രക്കാർ രാവിലെ 7 മണിയോടെ സുൽത്താൻ ബത്തേരിയിലെത്തും. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. വാഹനാപകടത്തിൽ ചികിത്സയിൽ കഴിയവേ മരിച്ച 9 വയസ്സുകാരൻ ദേവപ്രയാഗിന്റെ അവയവങ്ങൾ രോഗികൾക്ക് നൽകാനായി കൈമാറി. ശ്രീചിത്ര, കണ്ണാശുപത്രി, കിംസ് എന്നിവർക്കാണ് കൈമാറിയത്. ഒരു വൃക്കയും കരളും കിംസിലെ രോഗിയിൽ മാറ്റിവെച്ചു. ഹാർട്ട് വാൽവ്, നേത്രപടലങ്ങൾ എന്നിവ രോഗികൾക്ക് കൈമാറാനായി സൂക്ഷിച്ചു വെക്കും. ഒരു കിഡ്നിയും പാൻക്രിയാസും രോഗിക്ക് യോജിക്കാത്തതിനാൽ ഉപയോഗിക്കാനായില്ല. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കൊല്ലം നിലമേലിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ദേവപ്രയാഗിന് ഗുരുതരമായി പരിക്കേറ്റത്. ദേവപ്രയാഗിന്റെ അച്ഛൻ ബിച്ചു ചന്ദ്രനും സുഹൃത്ത് സതീഷും അപകടത്തിൽ മരിച്ചിരുന്നു. 7 പേർക്കാണ് ദേവപ്രയാഗിന്റെ അവയവങ്ങൾ മാറ്റിവെക്കുന്നത്. ഗർഭിണിയെ മർദ്ദിച്ചതിന് സസ്പെൻഷനിലായ SHO KG പ്രതാപ് ചന്ദ്രനെതിരായ വകുപ്പുതല അന്വേഷണം ഇന്ന് തുടങ്ങും. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ബെൻ ടൂറിസ്റ്റ് ഹോം ഉടമ ബെൻജോ ബേബിയുടെ ഭാര്യ ഷൈമോളയാണ് പ്രതാപ് ചന്ദ്രൻ മർദ്ദിച്ചത്. പ്രതാപ് ചന്ദ്രൻ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ CI ആയിരിക്കെ 2024 ജൂൺ 20-നായിരുന്നു സംഭവം. യുവതിയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 2024 ജൂൺ 18 പുലർച്ചെ ടൂറിസ്റ്റ് ഹോമിന് സമീപത്ത് നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച 2 യുവാക്കളെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന കുറ്റം ചുമത്തിയാണ് ബെൻജോയെ പിടികൂടിയത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനെത്തിയെന്നായിരുന്നു കേസ്. പോലീസിന്റെ മർദ്ദന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു ബെൻജോ. ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തതറിഞ്ഞ് ഇരട്ടകളായ കൈക്കുഞ്ഞുങ്ങളുമായാണ് ഗർഭിണിയായ ഷൈമോൾ സ്റ്റേഷനിലെത്തിയത്. ഷൈമോളും പോലീസുകാരും തമ്മിൽ ബെൻജോയുടെ സാന്നിധ്യത്തിൽ വാക്കേറ്റമുണ്ടായി. ഇതിനിടെ പ്രതാപചന്ദ്രൻ ഷൈമോളെ നെഞ്ചത്ത് പിടിച്ചു തള്ളി. ഇത് ചോദ്യം ചെയ്തതോടെ മുഖത്തടിച്ചു. മറ്റു പോലീസുകാരാണ് പിടിച്ചുമാറ്റിയത്. വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരാക്രമം. LDF നേതൃത്വം കോൺഗ്രസിന് വോട്ട് മറിച്ചതായി ആരോപിച്ച് LDF സ്ഥാനാർത്ഥിയായിരുന്നയാളും കുടുംബവും BJPയിൽ ചേർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ആനപ്പാറ വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗോപി മനയത്തുകുടിയിലും കുടുംബവുമാണ് BJPയിൽ ചേർന്നത്. CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗോപി വാർഡിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. ഈ വാർഡിൽ 432 വോട്ട് നേടി കോൺഗ്രസിലെ വിനോദ് കാഞ്ഞൂക്കാരനാണ് വിജയിച്ചത്. തന്നെ നിർബന്ധിച്ച് മത്സരിക്കാൻ ഇറക്കിയ ശേഷം കോൺഗ്രസിന് വോട്ടുകൾ മറിച്ചു നൽകിയതിൽ പ്രതിഷേധിച്ചാണ് താൻ BJPയിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് ഗോപി പറഞ്ഞു. കുടുംബകലഹത്തെ തുടർന്ന് വീട്ടിലെ 3 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാട്ടിൽ കയറി ഒളിച്ച യുവാവ് കടന്നലിന്റെ കുത്തേറ്റു പുറത്തുചാടി. ഇലവുംതിട്ട ചന്ദനക്കുന്ന് കുന്നംപള്ളിയിൽ മനോജാണ് ഭാര്യ, മകൻ, ഭാര്യാമാതാവ് എന്നിവരെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. ബുധനാഴ്ച രാത്രി 11:30-ഓടെയായിരുന്നു സംഭവം. ശബരിമല കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു. ജനുവരി 8, 9 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണം എന്ന് ജയശ്രീക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജയശ്രീ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ്. സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. സ്വർണം കട്ടത് സഖാക്കളാണെന്ന് പറയുന്ന ഹിറ്റായ പാരഡി പാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ CPM നീക്കം. പന്തളം ഏരിയ കമ്മിറ്റി അംഗമായ പ്രദീപ് വർമ്മയെ മറയാക്കി പുതിയ തന്ത്രം ഒരുക്കാനാണ് CPMന്റെ തീരുമാനം. ഇയാൾ പന്തളം രാജകുടുംബാംഗമാണ്. ഈ പേരുപയോഗിച്ച് അയ്യപ്പ ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് വികാരം ഇളക്കിവിടാം എന്നുള്ള നിഗമനത്തിലാണ് CPM. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നലെ വാദം കേട്ടു. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. ചലച്ചിത്ര പ്രവർത്തകരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം കോടതി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ വിശദമായ വാദം കേട്ട കോടതി ജാമ്യാപേക്ഷയിൽ നാളെ ഉത്തരവ് പുറപ്പെടുവിക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുടെ പക്കലെത്തിയെന്ന് ഗൾഫിലെ വ്യവസായി SITക്ക് മൊഴി നൽകി. പന്തളം സ്വദേശിയായ വ്യവസായി ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തി വിവരം കൈമാറിയെന്നാണ് സൂചന. നേരത്തെ ഫോണിലും വിവരങ്ങൾ നൽകിയിരുന്നു. സ്വർണ്ണപ്പാളികൾ കടൽ മാർഗം ദുബായിലെത്തിച്ച പുരാവസ്തു മാഫിയയ്ക്ക് വിറ്റെന്ന് വ്യവസായി മൊഴി നൽകിയെന്നാണ് സൂചന. ജനുവരി 14 മുതൽ 18 വരെ ജില്ലയിൽ നടക്കുന്ന 64-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ 20-ന് രാവിലെ 11-ന് മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. അവസാന ദിനമായ ഇന്ന് 11 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. മേളക്കാലത്ത് അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി സ്ഥലത്തില്ലാത്തതും വ്യാപക വിമർശനത്തിന് ഇടയാക്കി.
സമാപന സമ്മേളനത്തിനായാണ് ചെയർമാൻ എത്തിയത്. മുഖ്യമന്ത്രിയാണ് സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ രാജാവ് സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെയും സാന്നിധ്യത്തിൽ ഭാരതവും ഒമാനും സമഗ്ര സാമ്പത്തിക കരാറിൽ ഒപ്പിട്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലാണ് സ്വതന്ത്ര വ്യാപാര കരാർ. 2006 ശേഷം ഒമാൻ ഏതെങ്കിലും രാജ്യവുമായി ഒപ്പിടുന്ന ആദ്യ സ്വതന്ത്ര വ്യാപാര കരാറാണിത്. 7 ലക്ഷം ഭാരതീയരുള്ള ഒമാനിൽ ഭാരതീയരുടെ 6000-ലേറെ സ്ഥാപനങ്ങളുണ്ട്. $2 ബില്യൺ ഇവ നൽകുന്നത്. ഭാരതവും ഒമാനും തമ്മിൽ $10 ബില്യൺ വാണിജ്യവുമുണ്ട്. ഇത് വർദ്ധിപ്പിക്കുകയാണ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പ്രധാന ലക്ഷ്യം. തീരുവ പൂർണ്ണമായും ഒഴിവാക്കി ഒമാനിൽ നിന്നുള്ള ചില വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ഭാരതം 77.79% തീരുവ ഇളവ് നൽകും. 2 പതിറ്റാണ്ട് പഴക്കമുള്ള MGNREGAക്ക് പകരമായി പ്രതിവർഷം 125 ദിവസത്തെ ഗ്രാമീണ വേതന തൊഴിൽ വാഗ്ദാനം ചെയ്യുന്ന GRAMG എന്ന് വിളിക്കപ്പെടുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് ലൈവ്ലിഹുഡ് മിഷൻ ഗ്രാമീണ ബിൽ വ്യാഴാഴ്ച പാർലമെന്റ് പാസാക്കി. രാജ്യസഭയിൽ GRAMG ബിൽ പാസായതിനു ശേഷം പ്രതിപക്ഷ പാർട്ടികൾ രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്താനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഉജ്ജയിനിലെ തക്കിയ മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിനെ ചോദ്യം ചെയ്ത് മുസ്ലിം ഭക്തനായ മുഹമ്മദ് തയ്യാബ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി വ്യാഴാഴ്ച തള്ളിക്കളഞ്ഞു. മഹാകാൽ ലോക് ഫേസ് 2 പദ്ധതിയുടെ കീഴിലുള്ള മഹാകാൽ ക്ഷേത്ര സമുച്ചയത്തിന്റെ വിപുലീകരണത്തിന് വഴിയൊരുക്കി. ഭൂമിയുടെ ഉടമയോ രേഖപ്പെടുത്തിയ ഉടമസ്ഥാവകാശമുള്ള ഉടമയോ അല്ലാത്തതിനാൽ ഏറ്റെടുക്കലിനെ ചോദ്യം ചെയ്യാൻ ഹർജിക്കാരന് നിയമപരമായി അവകാശമില്ലെന്ന് ജസ്റ്റിസ് വിക്രംനാഥും ജസ്റ്റിസ് സന്ദീപ് മേത്തയുമടങ്ങിയ ബെഞ്ച് വിധിച്ചു. തിരുപ്പാറക്കുന്നം കുന്നിന് മുകളിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതിനെ എതിർക്കുന്നതിലൂടെ തമിഴ്നാട് സർക്കാരും HR&CE വകുപ്പും ഹിന്ദു വിശ്വാസത്തോട് തുറന്ന പക്ഷപാതവും മറച്ചുവെക്കാത്ത അവജ്ഞയും പ്രകടിപ്പിക്കുകയാണെന്ന് ഹിന്ദു ഭക്തർ മദ്രാസ് ഹൈക്കോടതിയിൽ പറഞ്ഞു. ആചാരം അനുവദിച്ച ജസ്റ്റിസ് GR സ്വാമിനാഥന്റെ ഉത്തരവിനെ ന്യായീകരിച്ച് ഭക്തർ ഹിന്ദുക്കളെ അവരുടെ നിയമപരമായ മതപരമായ അവകാശങ്ങൾ ആവർത്തിച്ച് ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് സംസ്ഥാനം സഹവർത്തിത്വം ആഗ്രഹിക്കുന്നതെന്ന് വാദിച്ചു. കോടതി ഉത്തരവുണ്ടായിരുന്നിട്ടും തിരുപ്പറംകുന്നം കുന്നിൻ മുകളിൽ കാർത്തിക ദീപം തെളിയിക്കാത്തതിൽ പ്രതിഷേധിച്ച് മധുരയിൽ പൂർണ്ണചന്ദ്രൻ എന്ന 40 വയസ്സുകാരൻ സ്വയം തീ കൊളുത്തി മരിച്ചു. സർക്കാരിനോടുള്ള നിരാശ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് ഒരു വോയിസ് മെയിൽ അയച്ചു. മെഡിക്കൽ പ്രതിനിധിയും മിനി ഓട്ടോ ഉടമയുമായ ചന്ദ്രന് ഭാര്യയും 4ഉം 8ഉം വയസ്സുള്ള 2 ആൺമക്കളുമുണ്ട്. DMK സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ നിലപാടിനെതിരെ BJP നേതാവ് K. അണ്ണാമലൈ അപലപിച്ചു. അതേസമയം ഭക്തരോട് ശാന്തത പാലിക്കാനും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കാനും അഭ്യർത്ഥിച്ചു. ലോകത്തിന്റെ ഭാവിയെ ദേശസ്നേഹികളായ ഭാരതീയ യുവാക്കൾ നിർണ്ണയിക്കുമെന്ന പ്രഖ്യാപനത്തോടെ ബംഗാളിൽ മഹായുവ സമ്മേളനം. RSS ശതാബ്ദിയുടെ ഭാഗമായാണ് സിലിഗുരിയിൽ 10,000 അണിനിരന്ന യുവ സമ്മേളനം നടന്നത്. ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ച സമ്മേളനത്തിൽ ദ്വിജേന്ദ്രലാൽ റോയ് രചിച്ച വിശ്രുത ദേശഭക്തി ഗാനം ധനധാന്യ പുഷ്പഭര പങ്കെടുത്ത മുഴുവൻ യുവാക്കളും ചേർന്ന് ആലപിച്ചത് വിസ്മയമായി. RSS ഉത്തര ബംഗാൾ പ്രാന്തത്തിലെ 8 സംഘ ജില്ലകളിലും സിക്കിമിന്റെ അതിർത്തി പ്രദേശത്ത് നിന്നുമുള്ള യുവാക്കളാണ് സിലിഗുരിയിൽ ഒത്തുചേർന്നത്. ഒമാനിൽ മോദിയുടെ സന്ദർശനം വലിയ തരംഗമായി മാറി. ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് സ്നേഹാദരങ്ങളോടെ മോദി മോദി എന്ന വിളിയോടെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലാണ് മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തത്. ഒമാനിലെ 20 ഇന്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ മോദിയെ കേൾക്കാൻ എത്തിയിരുന്നു. മോദി വേദിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു നോക്ക് കാണാൻ ഇന്ത്യക്കാർ തിക്കിത്തിരക്കി. പലർക്കും ഹാളിലേക്ക് കയറാൻ പോലും കഴിഞ്ഞില്ല. ഇന്ത്യ വിരുദ്ധ ഷെയ്ഖ് ഹസീന വിരുദ്ധ പ്രസ്താവനകൾക്ക് പേരുകേട്ട തീവ്ര നേതാവും ഇൻകുലാബ് മഞ്ചിയുടെ തലവനുമായ ഷെരീഫ് ഉസ്മാൻ ഹാദി വ്യാഴാഴ്ച സിംഗപ്പൂർ ആശുപത്രിയിൽ മരിച്ചു. ധാക്കയിൽ വെടിയേറ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ഡിസംബർ 12-ന് ധാക്കയിലെ വിജോയ് നഗർ പ്രദേശത്ത് പ്രചാരണത്തിനിടെ തലയ്ക്ക് വെടിയേറ്റതു മുതൽ ഉസ്മാൻ ഹാദി ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്ന് പ്രാദേശിക വാർത്തകൾ പറയുന്നു. തിങ്കളാഴ്ച എയർ ആംബുലൻസിൽ അദ്ദേഹത്തെ സിംഗപ്പൂർ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തീവ്രപരിചരണ വിഭാഗത്തിൽ പോലും ഹാദിയുടെ തലച്ചോറിന് സംഭവിച്ച ക്ഷതം മാറ്റാൻ കഴിഞ്ഞില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി വൈകി ബംഗ്ലാദേശിൽ പുതിയൊരു അശാന്തി പടർന്നു. തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങി. രാജ്യത്തെ 2 പ്രമുഖ പത്രങ്ങളായ ദി ഡെയിലി പ്രത്തോം അലോ, ദ ഡെയിലി സ്റ്റാർ എന്നിവയുടെ ഓഫീസുകൾ പ്രതിഷേധക്കാർ ആക്രമിക്കുകയും നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തു. വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അൽ നബ് വാർത്താക്കുറിപ്പിന്റെ ഏറ്റവും പുതിയ ലക്കത്തിൽ ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിലെ കൂട്ടവെടിവയ്പ്പിനെ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രശംസിക്കുകയും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം വ്യക്തമായി ഏറ്റെടുക്കാതെ അതിനെ അഭിമാനത്തിന്റെ ഉറവിടമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു.
സിഡ്നിയുടെ അഭിമാനം എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിൽ അവിശ്വാസികളുടെ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ വാർത്താക്കുറിപ്പ് ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ജനപ്രിയ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് യുഎസിൽ തുടർന്നും പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തങ്ങളുടെ യുഎസ് ബിസിനസ് 3 അമേരിക്കൻ നിക്ഷേപകർക്ക് ഒറാക്കിൾ, സിൽവർ ലേക്ക്, MGXന് വിൽക്കുന്നതിനുള്ള ഒരു സുപ്രധാന കരാറിൽ ടിക്ടോക്ക് വ്യാഴാഴ്ച ഒപ്പുവെച്ചു. യാചന ആരോപിച്ച് സൗദി അറേബ്യ മാത്രം 24,000 പാകിസ്ഥാനികളെ നാടുകടത്തി. അതേസമയം രാജ്യത്ത് എത്തിയതിനു ശേഷം ചിലർ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടി UAE മിക്ക പാകിസ്ഥാൻ പൗരന്മാർക്കും വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.